തീർച്ചയായും ദുരന്ത ഭൂമിയിലേക്ക് തന്നെയാണ് നാം തിരികെ എത്തുന്നത്. ഓരോ ഇഞ്ചിലെയും രക്ഷാപ്രവർത്തനം അതാത് നിമിഷം ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക്, കേരളത്തിലേക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് നാം നീങ്ങുന്നത്. അതായത് ഈ വനമേഖലയിൽ ഒരുപക്ഷെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 12 അംഗ സംഘങ്ങളായി ഹെലികോപ്റ്ററിൽ പറന്നുയരുന്നതാണ് നാം അല്പം മുമ്പ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ അവിടേക്ക് തെരച്ചിൽ നടത്തുന്ന വനമേഖലയിലേക്ക്, ചാലിയാർ പുഴയുടെ തീരത്തേക്ക്, ഏറ്റവും ദുർഘടം പിടിച്ച രക്ഷാപ്രവർത്തനത്തിലേക്ക് അവരെ എയർ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ, അതായത് ഹെലികോപ്റ്ററിലൂടെ അവരെ താഴേക്ക് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എക്സ്ക്ലൂസീവ് വിഷ്വൽസാണ് നമ്മളിപ്പോൾ കാണുന്നത്. വനമേഖലയിൽ ചാലിയാർ പുഴയുടെ തീരത്ത് അടിഞ്ഞുകൂടിയ മനുഷ്യരുണ്ടോ എന്നത് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി 6 സംഘമായി 2 സംഘങ്ങളായി, അതായത് 12 അംഗ ദൗത്യസംഘം നേരത്തെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടിരുന്നു. അവർ അവിടേക്ക് തെരച്ചിൽ നടത്താനായി 4 കിലോമീറ്ററോളം വനത്തിലൂടെ നടന്നാണ് തെരച്ചിൽ നടത്തുന്നത്. ഇതിനായി ചാലിയാർ പുഴയുടെ ഒരു പ്രത്യേക ഭാഗത്ത്, അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ചാലിയാർ പുഴയുടെ പോത്തുകൽ വരെയുള്ള ഭാഗങ്ങളിൽ, മലപ്പുറം അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലൊക്കെയുള്ള വനമേഖലകളിൽ തെരച്ചിൽ നടത്താനായി എയർ ഡ്രോപ്പ് ചെയ്യുകയാണ്. അതായത് ഹെലികോപ്റ്ററിലൂടെ 2 സംഘമായി, അതായത് 12 അംഗ സംഘം, ദൗത്യസംഘം അവിടേക്ക് ഇറങ്ങുകയാണ്. എയർ ഡ്രോപ്പിങ്ങിലൂടെ ആ വനപ്രദേശത്തേക്ക് നമ്മുടെ സേനാംഗങ്ങൾ ഇറങ്ങുകയാണ്. ഫയർഫോഴ്സ് സംഘവും പരിചയമുള്ളവരും വനാന്തരീക്ഷം പരിചയമുള്ളവരും ഒക്കെ അവിടെയുണ്ട്. അവിടേക്ക് അവർ ഇറങ്ങുകയാണ്. അവിടെ ഇറങ്ങി 4 കിലോമീറ്ററോളം കാൽനടയായി നടന്നാണ് തെരച്ചിൽ നടത്തുന്നത്. അതിനു വേണ്ടി അവർ അവിടേക്ക് ഇറങ്ങുന്നതിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കൈരളി ന്യൂസിലൂടെ കാണുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായന്തോട് കൂടി ചേരുകയാണ്. വിജിൻ, വളരെ സാഹസവും വളരെ ദുർഘടവുമായ തിരച്ചിലാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എയർഫോഴ്സിൻ്റെ ഈ ഹെലികോപ്റ്റർ പറന്നുയരുന്നത് മാത്രമായിരുന്നു നാം കണ്ടത്. പക്ഷേ ഇപ്പോഴിതാ കൈരളി ന്യൂസിന് അവിടേക്ക് എയർ ഡ്രോപ്പിങ്ങിലൂടെ ഈ പരിശോധന നടത്തുന്ന സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ നമ്മുടെ സേനാംഗങ്ങളെ ഇറക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഇപ്പോൾ മനസ്സിലാകും അത് എത്ര കണ്ട് ദുർഘടമാണ് ആ തെരച്ചിലെന്ന്. ഇനി കാൽനടയായി അവിടെ ഇറങ്ങിയതിന് ശേഷം ഇനി കാൽനടയായി 4 കിലോമീറ്ററോളം അവർക്ക് നടന്ന് പരിധേണ്ടതുണ്ട്. ഇത് ചാലിയാർ പുഴയുടെ ഏത് ഭാഗത്താണ് വിജിൻ? അജിംഷാദ്, സൂചിപ്പാറയിലാണ് അത്തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നത്. ഹെലികോപ്റ്ററിൽ 2 സംഘങ്ങളായി തിരിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, NDRF സംഘമുണ്ട്, മിലിറ്ററി ഉദ്യോഗസ്ഥരുണ്ട്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, നാട്ടുകാരുണ്ട്, ഒപ്പം തന്നെ ഈ അയൽവാസികൾ ആയിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ ശേഖരിച്ച ശേഷം അവരെയൊക്കെ ചേർന്ന് ഈ സൂചിപ്പാറയുടെ ഭാഗത്ത്, വലിയ ദുർഘടമായ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നടന്നുപോയി അവിടെ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 മൃതദേഹങ്ങൾ ഒക്കെ ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മാസങ്ങളോടും അതുപോലെ തന്നെ ദിവസങ്ങളോടും ഒക്കെ ആ വനത്തിൽ താമസിക്കുന്ന അത്തരം ഉള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള സംഘമാണ് അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നടന്നു പോകാൻ കഴിയുന്ന, വളരെ ദുർഘടമായ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന അതിനുള്ള പരിശീലനം ലഭിച്ച ആളുകളാണ് അവിടെ പരിശീലനം നടത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ആ ഭാഗത്ത് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്നലെ വൈകിട്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ ഉപസമിതിയും ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെയായി നടത്തിയ ചർച്ചയിൽ തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റു ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ശാന്തൻപാറയിലും ഒക്കെയുള്ള തെരച്ചിലും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അല്പസമയത്തിനകം ഏകദേശം 5 മണിയോടുകൂടി മന്ത്രിതല സമിതി ഇവിടെ എത്തി, ഈ ചൂരൽമലയിലെത്തി യോഗം ചേരും. ഉപസമിതി യോഗം ചേർന്ന ശേഷം എത്ര ആളുകളെ ഇനി കണ്ടെത്താനുണ്ട് എന്ന കൃത്യമായ നമ്പർ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിന് റേഷൻ കാർഡിലെ പേരുകൾ പൂർണ്ണമായും ശേഖരിക്കും. ഒപ്പം തന്നെ വോട്ടർ പട്ടികയിലെ പേരുകൾ ശേഖരിക്കും. ഹരിതകർമ്മസേന പ്രവർത്തകരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ക്രോഡീകരിച്ച് ഇനി എത്ര പേർ മിസ്സിംഗ് ആയിട്ടുണ്ട്, അവരെ എത്ര പേരെ കണ്ടെത്താനുണ്ട്, എത്ര പേർ ഇപ്പോൾ കാണാതായവരുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. എന്തായാലും അവസാനത്തെ ആളുകളെയും കണ്ടെത്തുന്നതുവരെയുള്ള പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആധുനിക സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലിലേക്ക് ഇന്നലത്തെ
നേരത്തെ തന്നെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇന്നലെ ഏറ്റവും അവസാനമാണ് ഇത്തരത്തിൽ എയർ ഡ്രോപ്പ് ചെയ്ത് എത്തിച്ച് പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒക്കെ എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൈന്യത്തിൻ്റെയും നേവിയുടെയും ഒക്കെ പൂർണ്ണമായ സഹായത്തോടെ അവരുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗപ്പെടുത്തി അവരുടെ റഡാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒക്കെയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പുതിയ ഭാഗമായിട്ടാണ് ഇന്ന് സൂചിപ്പാറയിൽ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വൈകുന്നേരത്തെ നിർണായകമായ മന്ത്രിസഭാ ഉപസമിതി യോഗം അത് ഇവിടെ തന്നെയാണ് ചേരുക. ഈ മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ, മറ്റു മന്ത്രിമാർ സജി ചെറിയാൻ, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം ഇവിടെ ഇന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ എത്തി. ഈ പുതിയ സ്കൂൾ തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ തിരികെ കൊടുക്കാൻ, അവരുടെ പഠനം തുടർന്ന് കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ ആലോചിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടിയന്തര യോഗം, ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഒക്കെ കലക്ട്രേറ്റിൽ ചേർന്നിരുന്നു. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഇവിടുത്തെ ഇപ്പോൾ ക്യാമ്പുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി പഠന സഹായം ഒരുക്കാൻ, അവരുടെ പരീക്ഷകൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ പരീക്ഷകൾ നടത്താൻ, അങ്ങനെ പൂർണ്ണമായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒപ്പം നിന്ന് അവരെ ചേർത്ത് പിടിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 8ാം ദിവസം തിരച്ചിൽ നടക്കുമ്പോൾ ഇനി ഈ തിരച്ചിൽ നടക്കുന്നതിനൊപ്പം ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാം എന്നതിൻ്റെ കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും മാതൃകയായ സംവിധാനങ്ങൾ അവലംബിച്ചായിരിക്കും മുണ്ടക്കൈയിൽ ഇനി ഇവരുടെ പുനരധിവാസം സാധ്യമാക്കുക എന്ന ചർച്ചകളിലേക്കാണ് പോകുന്നത്. നമ്മൾ പുത്തുമലയിലൊക്കെ കണ്ടതിന് സമാനമായി അതിലും മികച്ച രീതിയിലുള്ള പുനരധിവാസം ഉറപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കണ്ടെത്താനുള്ളവർക്കായുള്ള തിരച്ചിലുകളും നടക്കുന്നു. ഇന്നലെ ഏറെ വൈകിയാണ് ഏകദേശം 200ഓളം വരുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ, 31 മൃതദേഹങ്ങളും ഒപ്പം തന്നെ 158ഓളം വരുന്ന ശരീരഭാഗങ്ങളും ഒക്കെ സംസ്കരിച്ചത്. ഇനിയിപ്പോൾ കണ്ടെത്തിയവരുടെ ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്കും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ഒക്കെ ശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് തിരച്ചിൽ വ്യാപകമായി തുടരുന്നു. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന തിരച്ചിൽ വൈകുന്നേരം ഏറെ വൈകുവോളം ഏകദേശം 5-5:30 ഓളം നീണ്ടു നിൽക്കുന്നു. മഴയും ഒപ്പം തന്നെ ഇരുട്ടിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ തിരച്ചിൽ 5-5:30 അവസാനിപ്പിക്കുന്നത്. വീണ്ടും രാവിലെ തന്നെ പുതിയ സംവിധാനങ്ങൾ, തലേ ദിവസം മന്ത്രിസഭാ ഉപസമിതി ചേർന്ന് എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബെയിലി പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഉദ്യോഗസ്ഥ സംവിധാനം ഉൾപ്പെടെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങൾ ഒക്കെ ഇവിടെ തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. വിവിധ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് ഈ പുഴയിലെ മണ്ണ് മാറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു. ഈ മുണ്ടക്കയുടെ മുകൾ ഭാഗം മുതലുള്ള പാറകളും ചെളികളും ഒക്കെ നീക്കം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുഴ സുഗമമായി ഒഴുകി തുടങ്ങിയിരിക്കുന്നു. വെള്ളം നന്നേ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാലാവസ്ഥ കൂടി അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിപുലമായ തിരച്ചിലിലേക്ക് കടക്കാം, ഇനി കണ്ടെത്താൻ ഉള്ള ആളുകളെ കണ്ടെത്താം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് ശക്തമായ തിരച്ചിൽ നടക്കുമ്പോഴും ഈ നാട്ടുകാരെ പുനരധിവസിപ്പിക്കുക, ബാക്കി ജീവനോടെയുള്ള ആളുകളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നതും ഒരു പ്രധാനപ്പെട്ട കടമയാണ്. ആ അജണ്ടയിലേക്ക് കൂടി സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ലോകത്ത് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഒപ്പം തന്നെ മഴയും വെള്ളപ്പൊക്കവും ഒപ്പം ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ അവലംബിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി നൽകിയത്.